രണ്ട് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, രണ്ട് നീല വഴുതന ഉണ്ടായിരുന്നു, കുറച്ച് ചുണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഇത് അഗസ്ത്യാർക്കീര പൂ. അഗസ്ത്യാർക്കീര തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാം. ചുവന്ന അഗസ്ത്യാർക്കീര പൂ. ഇത്രയും സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ടായത്. രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ. രണ്ട് ചെറിയ സവാള, രണ്ട് പച്ചമുളക്, ഇത് രണ്ടും വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിത് അരിയുന്ന രീതി ഒന്ന് കാണാം. ഓക്കെ, അരിയുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വലിയ വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് അരിഞ്ഞതിന് ശേഷം ഇതെങ്ങനെ വേവിക്കാം, എല്ലാം കൂടി ഒരുമിച്ച് വേവിക്കുന്നത്, അതാണ് ഞാൻ കാണിക്കുന്നത് ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്കും കമൻസും തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസും സബ്സ്ക്രൈബുമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ വിജയം. താങ്ക് യു. അഗസ്ത്യാർക്കീരപ്പൂവിൻ്റെ ഈ മുകളമല്ല പൂമ്പൊടിയുള്ള ഈ സാധനം നമുക്കെടുത്ത് കളയണം. എടുത്ത് കളഞ്ഞ് വീഡിയോ ഞാനാണ് എടുക്കുന്നത്, അതാണ് മെയിൻ കാര്യം, പ്രശ്നം. എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഉണ്ടല്ലോ, ഈ രീതി എടുത്ത് മാറ്റുക. എന്നിട്ട് പൂമ്പൊടി എടുക്കണം. ഇതിൻ്റെ ഇതെടുക്കാം, കുഴപ്പമില്ല. ഇതല്ല, ഇത് ഞെട്ട് കളയുക. ഞെട്ട് കളയുക, ഇങ്ങനെ എടുക്കണം. ഓക്കെ. അപ്പോൾ വാടിയിരിക്കുന്ന വേറെ ഫ്രഷ് പൂവായിരുന്നു, ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. ചെറിയൊരു തൈ ചെടിയാണ്. അതിൽ 3-4 വരുമ്പോൾ പറിച്ച് വയ്ക്കുന്നു, അങ്ങനെയാണ്. ഇതെടുക്കാം, അതായത് ഇതിൻ്റെ ഈ പച്ച കാണുന്നില്ലേ, അതെടുക്കാം, കുഴപ്പമുള്ളതല്ല. ഇതേ ഉള്ളൂ ഈ പൂവിന് എന്ത് കളയണം എന്നുള്ളത്. നമ്മൾ ചുണ്ടയ്ക്കയിൽ കളയേണ്ടത് ഈ ഞെട്ട്, ഇതിൻ്റെ ഞെട്ട് കളയുക. ഞെട്ട് കളയുക. ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. അല്ലാതെ മറ്റതിൽ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഈ രണ്ടിലും കളയുക, അത്രേ ഉള്ളൂ. കൂട്ടുകാരെ, നമ്മുടെ നീല വഴുതന ഈ രീതിയിൽ അരിയുന്നു. ചുണ്ടയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുന്നു. സവാള ഇതുപോലെ നൈസായിട്ട് അരിയുന്നു. വെണ്ടയ്ക്ക ഈ സൈസിൽ അരിയുന്നു. പിന്നെ പൂവുണ്ടല്ലോ, അഗസ്ത്യാർ പൂ, ഇങ്ങനെ ഈ രീതിയിലാണ്. ഈ അഗസ്ത്യാർ പൂ അവസാനമാണ് നമ്മൾ ഇതിലോട്ട് ഇത് മെഴുക്ക് വരട്ടുക. ഇതിൽ ചെറുതായിട്ട് കുറേ കൂടി ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് തോരാനുണ്ടാക്കാം. ഇത് മെഴുക്കാണ്. പച്ചമുളക് ഇങ്ങനെ. അപ്പോൾ ഇതിൽ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സവാളയും പച്ചമുളകും. ബാക്കിയെല്ലാം എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തി കൃഷി ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഒരു വഴുതനയുണ്ട്, ഒരു കത്തിരിയുണ്ട്, ഒരു എന്താ പറയുക വെണ്ടയുണ്ട്, ഒരു അഗസ്ത്യാർക്കീരയുണ്ട്. ഇത് 2-3 ഉണ്ട് കേട്ടോ. പക്ഷേ 2 ചെറുതാണ്, 1 മാത്രം വലുത്. ഓക്കെ. അപ്പോൾ കറിയിലോട്ട് പോകാം. എങ്ങനെ മെഴുക്ക് പുരട്ടാം എന്നുള്ളതിലേക്ക് പോവാം. ഓക്കെ. ചൂടാവട്ടെ കേട്ടോ. എണ്ണ ഒരു വലിയൊരു സ്പൂണിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് 2 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മിക്സ്ഡ് വെജിറ്റബിൾ വിഴുക്കാണ്. അതിലോട്ട്
2 ഇതൾ കറിവേപ്പില. ഇനി അടുത്തത് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അരി പിടിക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മെഴുക്ക് പുരട്ടുമ്പം കുറച്ച് വേവുള്ളത് ഈ സവാളയും പിന്നെ ചുണ്ടയ്ക്ക, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയില്ല, തിരുവനന്തപുരത്ത് ചുണ്ടയ്ക്ക എന്നാണ് പറയുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പിടണം, പെട്ടെന്നാവും. അതുപോലെ ഇതിൽ ഉപ്പ് പിടിക്കണം, ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം സവാള ഇളക്കി കൊടുക്കുക. ഈ ചുവന്ന കളറിൽ വരുന്ന സമയത്ത് ഇനി ഇടുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചുണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. കണ്ടല്ലോ, അപ്പം നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി അത് മിക്സ് ചെയ്ത് കഴിക്കാം, വിഷമൊന്നുമല്ല. അല്ല ഞാൻ ഇന്നതേ കഴിക്കൂ എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അടുത്തത് വഴുതന, നീല വഴുതന ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചില ആൾക്കാർ ഈ പച്ചക്കറിയിൽ മഞ്ഞൾ ഇടാറുണ്ട്, അതിൻ്റെ വിഷാംശം പോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ പച്ചക്കറികളായതുകൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ പച്ചമുളകും കൂടി ഇടണം കേട്ടോ. അതായത് 2 സവാളയുടെ കഷ്ണങ്ങൾ ഇരുന്നു, അതും കൂടി എടുത്തിട്ടെന്നേ ഉള്ളൂ, വിഷമല്ലല്ലോ. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. വഴുതന ഈ മെത്തേഡാകുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. 2 ചെറിയ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, മുറ്റിയതല്ല, നല്ല പിഞ്ചാണ്. ഇതിന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. മെഴുക്കാണ്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാൻ ഇതിനിടയ്ക്ക് 1-2 നുള്ള് സവാളയിൽ ഒരു നുള്ളിട്ടു, ഈ വഴുതന ഇട്ടപ്പോൾ അതും ഒരു നുള്ളിട്ടു. ഇളക്കി കൊടുക്കുക. കുറച്ച് നേരത്തേക്ക് ഒരു 1-2 മിനിറ്റ് ഇത് ഒരടപ്പ് വെച്ച് അടച്ചു വയ്ക്കുക. ഇനി ഒന്ന് തുറന്ന് നോക്കണേ. ഇനി നമ്മുടെ എന്താ പറയുന്നത്, അഗസ്ത്യ ചീര ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അഗസ്ത്യ ചീര
അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. പിന്നെ പച്ചമുളക് അറിയാലോ, 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. എരിവ് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം അതിനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ ഇളക്കുമ്പോൾ തന്നെ ഏതായാലും നന്നായിട്ട് വരുന്നുണ്ട്, നന്നായിട്ടായിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതൊരു മൂടിയുണ്ട്, അടപ്പുകൊണ്ട് അടച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് ഞാൻ അടപ്പെടുത്തു. ഇനി ഞാനൊന്ന് ഒരു സോസറിലെടുത്തിട്ട് കഴിക്കാം. ഞാനൊന്ന് കഴിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അറിയണമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ സാധനം ആയതുകൊണ്ട് പറയുന്നില്ല. ഇത് നല്ലൊരു ഡിഷാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അരിയുന്ന പാടേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അറിയാലോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഇത് വെണ്ടയുണ്ട്, ഇതിൽ അഗസ്ത്യ ചീരയുണ്ട്, കാണുന്നു. അങ്ങ് പോയി, അത് വെണ്ട കണ്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല കേട്ടോ. അഗസ്ത്യ ചീര, വഴുതന. അപ്പം നിങ്ങളും ഇത് പരീക്ഷിക്കുക. നല്ല സൂപ്പറാണ്, നല്ല പ്രോട്ടീനാണ്. കുഞ്ഞു മക്കൾക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനമുണ്ട്, എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു നേരത്തേക്കെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ കഴിക്കാൻ പറ്റും. എൻ്റെ മോൻ കണ്ട് അവൻ ഫുള്ള് കഴിക്കും, അത് അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, മറക്കരുത് ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ബായ്.